ശ്രീകണ്ഠാപുരം നഗരസഭാ പരിധിയിലെ കോട്ടൂർ പ്രദേശത്ത് മഞ്ഞപ്പിത്ത വ്യാപനവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ആരോഗ്യ വിഭാഗം കോട്ടൂരിലെ വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഇന്ന് രാവിലെ നഗരസഭാ ആരോഗ്യ വിഭാഗം അധികൃതർ ശ്രീകണ്ഠാപുരത്തെ ബാറിലും സമീപത്തെ കള്ളുഷാപ്പിലുമാണ് പരിശോധന നടത്തിയത്. കോട്ടൂരിൽ പ്രവർത്തിക്കുന്ന ബാറിലെ ജീവനക്കാർക്കടക്കം മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയിരുന്നു. ഇന്ന് അധികൃതർ സ്ഥാപനത്തിൽ എത്തി ഹോട്ടൽ, ബാർ എന്നിവിടങ്ങളിലെ കുടിവെള്ളവും കിച്ചണും പരിശോധിച്ചു. കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനക്കായി അയച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കടക്കം മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് സംയോജിതമായ ഇടപെടൽ നടത്തിയതിനെ തുടർന്ന് മഞ്ഞപ്പിത്തം പടരുന്നത് തടയുവാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് വീണ്ടും നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. അപ്പോൾ തന്നെ നഗരസഭാ ആരോഗ്യ വിഭാഗം വേണ്ട നടപടികൾ സ്വീകരിക്കുകയും എവിടെ നിന്നാണ് പകർന്നത് എന്ന് കണ്ടെത്തുവാൻ വേണ്ട പരിശോധനയും നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ കോട്ടൂരിലെ ബാറിലും കള്ളുഷാപ്പിലും പരിശോധന നടത്തിയത്. HI സനൽകുമാർ, JHI ഹർഷ, PHI സതീശൻ PP എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. നഗരസഭാ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP നൂറുദ്ദീനും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഇന്ന് രാവിലെ തന്നെ ശ്രീകണ്ഠാപുരത്തെ മുനിസിപ്പാലിറ്റിൻ്റെ പരിധിയിലുള്ള പല ഭാഗത്തും ഞങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം ബാർ, സമുദ്ര ബാർ, തൊട്ടടുത്തുള്ള കള്ളുഷാപ്പ്, അതുപോലെ തന്നെ മറ്റ് ചില സ്ഥാപനങ്ങളിലൊക്കെ ഇന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധന നടത്തി സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ റിപ്പോർട്ട് കിട്ടും. റിപ്പോർട്ട് കിട്ടിയ മുടക്ക് എന്തെങ്കിലും തകരാറോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉചിതമായ നിയമ നടപടി എടുക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ പറഞ്ഞല്ലോ, കുഴപ്പമില്ല. ഏതായിരുന്നാലും കച്ചവടക്കാരും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഒന്നുകൂടി ജാഗ്രത പാലിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മഞ്ഞപ്പിത്തത്തിൻ്റെ എല്ലാ ഭാഗത്തും മഞ്ഞപ്പിത്തം ഉള്ള കാര്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇല്ലാത്ത വിധത്തിലാക്കണം. അതിന് ആരോഗ്യവകുപ്പ് ഇനി അങ്ങോട്ട് കർശനമായ നടപടിയെടുക്കും എന്നീ അവസരത്തിൽ അറിയിക്കുകയാണ്.